നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ തികച്ചും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്കൊരിക്കലും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിയാത്ത രീതിയിൽ ഒരു കാര്യം, ഒരു മാറ്റം സംഭവിച്ചതായിട്ടും ആ ഒരു മാറ്റം നിങ്ങളെ മാനസികമായിട്ട് വളരെയധികം തകർത്തിരിക്കുന്നതായിട്ടുമുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. പലർക്കും സാമ്പത്തിക നഷ്ടമായിരിക്കാം സംഭവിച്ചിട്ടുള്ളത്. പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതേപോലെ തന്നെ ജോലി, ബന്ധങ്ങൾ ഇവയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. അപ്പോൾ അത്തരത്തിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങളെ വളരെയധികം തകർത്ത് കളഞ്ഞ ഒരു കാര്യം പലരുടെയും ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന് അല്ലെങ്കിൽ അതിൽ നിന്നും എങ്ങനെ പുറത്തേക്ക് കടക്കാമെന്ന് ചിന്തിച്ച് നിങ്ങൾ കരഞ്ഞിട്ടുള്ള പല രാത്രികളും ഉണ്ടായിരിക്കാം. എന്നാൽ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ലഭിക്കാനായിട്ട് വളരെ ശക്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. അവരുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ആ ഒരു വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സംരക്ഷിച്ച് നിർത്തുന്ന, നിങ്ങളോടൊപ്പം സത്യസന്ധമായിട്ട് നിൽക്കുന്ന, നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു ആളാണെന്നാണ് കാണുന്നത്. അവരൊരു സ്ത്രീ എനർജിയാണെന്നാണ് കാണുന്നത്. ഒരു അമ്മയ്ക്കുള്ള സ്നേഹവും കരുതലുമാണ് അവർക്ക് നിങ്ങളോടുള്ളത് എന്നാണ് കാണുന്നത്. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അത് ഒരുപക്ഷെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ലായിരിക്കാം. കാരണം അത് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിച്ച് നടക്കുന്ന ഒരു ആളല്ല ആ ഒരു വ്യക്തി എന്നുള്ളതാണ്. ഇവിടെ ആ ഒരു വ്യക്തിയുടെ സന്തോഷമെന്ന് പറയുന്നത് നിങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ആ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പരിവർത്തന ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മറികടക്കാനായിട്ട് കഴിയുന്നതാണ്. ഇതിന് ശേഷം നിങ്ങൾ കൂടുതൽ ശക്തരായിട്ട് മാറുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിന് പുതിയ ഒരു തുടക്കവും വ്യക്തതയുമൊക്കെ കിട്ടുന്നതാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് വന്ന് ചേർന്ന ആ ഒരു മാറ്റത്തെ നിങ്ങൾ ഉൾക്കൊള്ളുക. ഈ ഒരു മാറ്റം പിന്നീട് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും ചില സഹായങ്ങൾ ലഭിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതൊരു പക്ഷേ സാമ്പത്തിക സഹായമായിരിക്കാം, ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സഹായമായിരിക്കാം. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നുള്ള മാനസികമായിട്ടുള്ള ഒരു പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം. അപ്പോൾ അത്തരത്തിൽ ചില സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട്. മുമ്പ് നിങ്ങളെന്ന വ്യക്തി മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പലതും വിട്ടുകൊടുക്കാനും പലതും സഹിക്കാനുമൊക്കെ തയ്യാറായിട്ടുള്ള ആളുകളായിരുന്നു. എന്നാൽ നിങ്ങൾ ചെയ്ത അത്തരം സഹായങ്ങൾക്കും ത്യാഗങ്ങൾക്കും മറ്റുള്ളവരിൽ നിന്നും ഒരു പിന്തുണയോ അല്ലെങ്കിൽ ഒരു കരുതലോ അല്ലെങ്കിൽ ഒരു സഹായമോ ഒന്നും നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് വളരെ വലിയ വിഷമം തന്നെയാണ് ഉണ്ടാക്കിയത്. നിങ്ങളെപ്പോഴും മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ആളായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഒരു സഹായം വേണ്ടി വന്നിരുന്ന സമയത്ത് നിങ്ങൾക്കൊരു സഹായവുമായിട്ട് ആരും തന്നെ മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് വന്ന് ചേരുന്ന സമയമാണെന്നാണ്. അതായത് മുമ്പ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തതൊന്നും വെറുതെ ആയിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഫലം ഇപ്പോൾ നിങ്ങൾക്ക് തിരികെ കിട്ടാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. അത് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായമായിരിക്കാം. അതല്ലെങ്കിൽ
എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. കൂടാതെ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും മാനസികമായിട്ടൊരു പിന്തുണ കിട്ടുന്നതുമാവാം. അപ്പോൾ അത്തരത്തിൽ മുമ്പ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സമയം നിങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ഒരു ബോധം നിങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു സമയത്ത് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന ഒരു തോന്നൽ വളരെ ശക്തമായിട്ട് നിങ്ങളിൽ നിലനിന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഒരു കാര്യങ്ങളും ആരോടും തുറന്ന് പറയാനായിട്ട് കഴിയാത്ത ഒരു അവസ്ഥ പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങളെ കേൾക്കാനോ നിങ്ങൾക്ക് മാനസികമായിട്ടൊരു പിന്തുണ തരാനോ ഒന്നും ആരും ശ്രമിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന പലരും നിങ്ങളിലേക്ക് വരുമെന്നും അവരുമായിട്ടുള്ള ആ ഒരു ബന്ധം കൂടുതൽ ശക്തമാകുന്നതുമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ്. അവരിലൂടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അവരിലൂടെ നിങ്ങളുടെ മനസ്സ് സുഖപ്പെടും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ മോശം സാമ്പത്തിക സ്ഥിതികളൊക്കെ മെച്ചപ്പെടാനായിട്ട് പോകുന്നതിൻ്റെ വലിയൊരു സൂചന തന്നെയാണ് കാണുന്നത്. പുതിയ ഒരു ജോലിയോ ബിസിനസ് തുടങ്ങാനുള്ള അവസരമോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളോ നിങ്ങളെ തേടി എത്തുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു സമയമാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതായത് ഒരു വീട് വാങ്ങുക, ഒരു കോഴ്സ് പഠിക്കുക, അല്ലെങ്കിൽ വാഹനം വാങ്ങുക, ബിസിനസ് തുടങ്ങുക, അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിൽ സ്വപ്നമായിട്ട് മാത്രം നിന്നിരുന്ന കാര്യങ്ങൾ ഇനി പ്രാവർത്തികമാക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ നിങ്ങളിൽ പല ആളുകളും കുറച്ചു കാലമായിട്ട് അനുഭവിച്ച് പോന്നിരുന്ന മാനസികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം വന്ന് ചേരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറി ജീവിതത്തിനൊരു വേഗത കൈവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അതേപോലെ തന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.